إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, നമ്മെയും ഈ മഹത്തായ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും മാർഗരേഖകളും നമ്മുടെ ജീവിതത്തിലെ രഹസ്യവും പരസ്യവുമായ ചെറുതും വലുതുമായ എല്ലാ ഘട്ടങ്ങളിൽ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും വളരെ ശ്രദ്ധയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാലിഹീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിന്റെ മഹനീയമായ ജന്നാത്തു നഈമിൽ അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് ഹാജിമാർ മക്കയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണിത്. ദുൽഹിജ്ജ മാസത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ദുൽഹിജ്ജ 8 മുതൽ ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതാണ്. നാം എല്ലാവരും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതുമായൊരു കാര്യമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ഹജ്ജ് കർമ്മത്തിനായി പുറപ്പെടണമെന്നും ആ ഹജ്ജ് കർമ്മം മഖബൂലും മബ്റൂറുമായ രൂപത്തിൽ നിർവഹിക്കണമെന്നും വലിയ രൂപത്തിൽ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നാം മനസ്സിലാക്കണം, ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ
5 തൂണുകളിലായിട്ടാണ്, അല്ലെങ്കിൽ 5 പ്രധാനമായ കാര്യങ്ങളിലാണ് ഇസ്ലാമിനെ നിർമ്മിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇസ്ലാമിനെ സ്ഥാപിച്ചിട്ടുള്ളത്. ആ ഇസ്ലാമിന്റെ 5 തൂണുകളിൽ, പഞ്ചസ്തംഭങ്ങളിൽ 5-ാമത്തെ കാര്യമാണ് ഈ പറയുന്ന ഹജ്ജ് കർമ്മം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിൽ അതിനുള്ള കഴിവുള്ളവർ, ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും കഴിവുള്ളവരായ ആളുകൾ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ ഹജ്ജ് കർമ്മം അവർക്ക് നിർബന്ധമായിട്ടുള്ളത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല വിളംബരം ചെയ്യുകയാണ്, വിളിക്കുകയാണ് ഈ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി. പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ സാധിക്കും, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. നാം അദ്ദേഹത്തോട് പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറയുകയാണ്, ജനങ്ങൾക്കിടയിൽ നീ എന്ത് ചെയ്യണം? ഈ ഹജ്ജിനെ പറ്റി വിളംബരം ചെയ്യണം. അങ്ങനെ ഹജ്ജിനെ പറ്റി വിളംബരം ചെയ്തു കഴിഞ്ഞാൽ യഅതൂക റിജാലൻ അലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഈ ജനങ്ങൾ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് നടന്നുകൊണ്ടും അതുപോലെ തന്നെ വിദൂരമായ സകല മലമ്പാതകളിലൂടെയും വരുന്ന എല്ലാ വിധത്തിലുമുള്ള പല രൂപത്തിലുള്ള മെലിഞ്ഞ ഒട്ടകപ്പുറത്ത് കയറിക്കൊണ്ടൊക്കെ എന്ത് ചെയ്യും? അവർ നിന്റെ അടുത്ത് വരും, അഥവാ ഹജ്ജ് കർമ്മത്തിനായി നിന്റെ അടുക്കിലേക്ക്, മക്കയിലേക്ക് വരുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാം. അപ്പോ അള്ളാന്റെ കൽപ്പന പ്രകാരം, അള്ളാഹ് വിളിച്ചത് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനങ്ങളോട് വിളംബരം ചെയ്യുന്നത്. റബ്ബിന്റെ ആ വിളിക്ക് ഉത്തരം നൽകിയാണ് ഹാജിമാർ എന്ത് ചെയ്യുന്നത്? ഹജ്ജ് കർമ്മത്തിനായി മക്കയിലേക്ക് വരുന്നത്. അങ്ങനെ ഹജ്ജിനും ഉംറയ്ക്കും വരുന്നവരായ ഹാജിമാർ, ഉംറയ്ക്ക് വേണ്ടി ചെല്ലുന്നവരായ ആളുകൾ, അവർ ചൊല്ലുന്ന തൽബിയത്തിലൂടെ ഈ റബ്ബിന്റെ വിളിക്ക് അവർ ഉത്തരം നൽകുകയാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം കേട്ട് ഉത്തരം നൽകി വന്നിരിക്കുന്നു. നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു. നിന്റെ വിളി ഞാനിതാ കേട്ടെത്തിയിരിക്കുന്നു റബ്ബേ എന്ന് അള്ളാഹിനോട് എന്ത് ചെയ്യാണ്? തൽബിയത്തിലൂടെ ആ മനുഷ്യന്മാർ, ഹജ്ജിന് വേണ്ടി വരുന്ന ഹാജിമാർ പറയുകയാണ്. സഹോദരങ്ങളെ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഇബാദത്തായി, ആരാധനാ കർമ്മമായി മാത്രം നമ്മൾ എന്ത് ചെയ്യരുത്? കാണരുത്. ഒരുപാട് വലിയ സന്ദേശങ്ങൾ ഈ ഹജ്ജിന് ലോകത്തോട് കൊടുക്കാനുണ്ട്, ലോകത്തിന് വേണ്ടി നൽകാനുണ്ട്. ഹജ്ജ് കർമ്മം നൽകുന്ന, ഹജ്ജ് നൽകുന്ന മഹത്തരമായ സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് തൗഹീദാണ്, ഏകദൈവ ആരാധനയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിർബന്ധമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് ഒരു മുസ്ലിം ഒരു ചെറിയ രൂപത്തിലെങ്ങാനും വ്യതിചലിച്ചു പോയി കഴിഞ്ഞാൽ അവന്റെ തൗഹീദ് ബാത്തിലാവും, അവൻ നരകത്തിലായിരിക്കും എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന്റെ ജീവിതത്തിൽ അവൻ ഉറപ്പായും കട്ടായമായും അവൻ എന്ത് ചെയ്യണം? ജീവിതത്തിൽ ഉറപ്പിക്കണം. കേവലം വാക്കുകൾ കൊണ്ട് പറയുക എന്നുള്ളതല്ല, അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറപ്പിച്ചു നിർത്താൻ സാധിക്കുന്നുണ്ടോ, അവനാണ് യഥാർത്ഥമായ വിജയി. ഈ തൽബിയത്തിലൂടെ എന്താണ് ഹാജിമാർ പറയുന്നത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഞാനിതാ വിളി സ്വീകരിച്ചുകൊണ്ട് ഉത്തരം നൽകിക്കൊണ്ട് ഞാനിതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ലാ ശരീക ലക. അല്ലാഹുവേ, നിനക്ക് യഥാർത്ഥത്തിൽ യാതൊരുവിധ പങ്കുകാരനുമില്ല റബ്ബേ, നിനക്കൊരു പങ്കുകാരനുമില്ല. ലബ്ബൈക്ക്, ഞാനിതാ നിന്റെ ആ വിളിയെ സ്വീകരിച്ചുകൊണ്ട് ഉത്തരം നൽകിക്കൊണ്ട് ഞാനിതാ വന്നിരിക്കുകയാണ്. ഈ തൽബിയത്തിന്റെ അവസാനത്തിലും ആ ഹാജിമാർ വീണ്ടും അത് ഉറപ്പിച്ചു പറയുകയാണ്. ലാ ശരീക ലക്. ഒരു കാരണവശാലും നിനക്ക് മറ്റൊരു പങ്കുകാരനില്ല എന്ന് ഞാനിതാ ഉറപ്പിച്ചു പറയുകയാണ്, എന്റെ ജീവിതം കൊണ്ട് തെളിയിച്ചു കാണിക്കുകയാണ് എന്ന് ഹാജിമാർ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് അവന്റെ ജീവിതത്തിലൂടെ, ആ ഹജ്ജ് കർമ്മത്തിലൂടെ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഹജ്ജിലുടനീളം ഇത് മാത്രമാണ് നമുക്ക് കാണാനുള്ളത്. തൗഹീദിന്റെ പ്രഖ്യാപനവും തൗഹീദിന്റെ വിളംബരവും മാത്രമാണ് ഈ ഹജ്ജിൽ മുഴുവനും നടക്കുന്നത്. റബ്ബിലേക്ക് പങ്കു ചേർക്കുന്ന ഒരു നിമിഷം പോലും, ഒരു സെക്കൻഡ് പോലും, ഒരു കർമ്മം പോലും എന്ത് ചെയ്യുന്നില്ല. ഈ ഹജ്ജിന്റെ ഒരു കർമ്മങ്ങളിലും ദിവസങ്ങളോളമാണ് ഹജ്ജ് നിൽക്കുന്നത്, അല്ലേ? ദുൽഹിജ്ജ 8 മുതൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ തുടങ്ങുക. 13 വരെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഹജ്ജിന്റെ കർമ്മങ്ങൾ നിൽക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ഒന്നും എന്ത് ചെയ്യുന്നില്ല, അള്ളാഹുവിലേക്ക് പങ്കു ചേർക്കുന്ന, അള്ളാഹ്ക്ക് മറ്റൊരു സഹായി ഉണ്ടെന്ന് പ്രഖ്യാപിക്കുന്ന, അള്ളാഹുവിലേക്ക് എന്റെ കാര്യങ്ങളെ അടുപ്പിക്കുന്ന ഒരു ഇടയാളനുണ്ടെന്ന് വിശ്വസിക്കുന്ന, അതല്ലെങ്കിൽ അതിലേക്കൊരു ചായ്വ് പോലും പോകുന്ന ഒരു കർമ്മം പോലും എന്തില്ല, ഒരു ചിന്ത പോലും ഹാജിമാരുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളതാണ്. അല്ലാഹ് അല്ലാത്തവരിലേക്കുള്ള ഒരു ഇസ്തിഗാസയും അവിടെ വരുന്നില്ല.
ചില ആളുകൾ നമ്മുടെ നാട്ടില് വാദിക്കുന്നുണ്ട്, എന്ത് അല്ലാത്തവരോടുള്ള ഇസ്തിഗാസ, സഹായത്തേട്ടം എന്ന് പറഞ്ഞാൽ അത് തൗഹീദിന്റെ ഭാഗമാണെന്ന് വരെ വാദിക്കുന്ന ചില പണ്ഡിതന്മാർ എന്ന് പറയുന്ന ആളുകൾ എന്ത് ചെയ്തു, കടന്നു വന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരുപക്ഷെ. അല്ലാത്തവരോടുള്ള ഇസ്തിഗാസ, സഹായതേട്ടം അത് തൗഹീദിന്റെ ഭാഗമാണെന്നാണ് ചില ആളുകൾ വാദിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടില്. പക്ഷേ അവർക്കൊക്കെയുള്ള മറുപടിയായി ഈ ഹജ്ജ് കർമ്മം ലോകത്തോട് മുഴുവനും വിളംബരം ചെയ്യാൻ അള്ളാഹു നിനക്ക് യാതൊരുവിധ പങ്കുകാരനുമില്ല, ഒരിടയാളനുമില്ല എന്നുള്ളത്. സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയേ, ഈ ഹജ്ജ് കർമ്മം എന്താണ്? ഈ ഹജ്ജ് കർമ്മത്തിലൂടെ മുഴുവനും നടക്കുന്നത് അള്ളാന്റെ കൂട്ടുകാരനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിത സ്മരണയാണ് ഹജ്ജിലുടനീളം നടക്കുന്നത് എന്ന് ഹജ്ജിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം മുഴുവനും എന്ത് ചെയ്യുന്നുണ്ട്? വിശ്വാസികൾ, ഹാജിമാർ ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലെങ്കിലും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് സഹായം തേടുന്ന, അദ്ദേഹത്തിന്റെ ബർക്കത്ത് കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരു ആരാധനാ കർമ്മത്തിന്റെ ഒരു ചെറിയ അംശം ഈ ഹജ്ജിൽ എവിടെയെങ്കിലും വിശ്വാസികൾക്ക് കാണാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകനെ എന്ത് ചെയ്യാണ്? റബ്ബിന്റെ കൽപ്പന പ്രകാരം ബലിയറുക്കാൻ വേണ്ടി പോകാം. ആ ബലിയറുക്കാൻ വേണ്ടി മിനാ താഴ്വരയിലേക്ക് പോകുമ്പോൾ പുറകെ വന്നുകൊണ്ട് പല കുതന്ത്രങ്ങളും മെനഞ്ഞ, മനസ്സുകളിലേക്ക് പിന്തിരിപ്പിക്കാൻ നോക്കിയ, പിശാചുക്കളെ എറിഞ്ഞാട്ടിയ സ്മരണയാണ്, എറിഞ്ഞോടിച്ച സ്മരണയാണ് ജംറകളിൽ ഇപ്രാവശ്യവും എന്ത് ചെയ്യുന്നത്? എല്ലാ ഹജ്ജ് കർമ്മത്തിലും വിശ്വാസികൾ കല്ലെറിഞ്ഞുകൊണ്ട് പിശാചിനെ ഓടിക്കുന്നത്. പിശാചിനെ ഓടിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പിശാചുണ്ടാ, പിശാചിനെ കല്ലെറിഞ്ഞ് ഓടിക്കുക എന്നുള്ളതല്ല. പിശാചിൽ നിന്നുണ്ടാകുന്ന സകലമായ ദുർമന്ത്രവാദത്തെയും അതല്ലെങ്കിൽ സകലമായ പിന്തിരിപ്പൻ നയങ്ങളെയും പൈശാചികമായ പ്രവർത്തനങ്ങളെയും ചിന്തകളെയും ഒക്കെ എന്ത് ചെയ്യാണ്? വിശ്വാസികൾ അവിടെ എറിഞ്ഞു ഓടിക്കുകയാണ്, അവിടെ വെച്ചുകൊണ്ട് തുരുത്തുകയാണ് ചെയ്യുന്നത്. ആ ഒരു സ്മരണയാണ് അവിടെ നടക്കുന്നത്. അവിടെ വെച്ചുകൊണ്ട് ആ ജംറകളിൽ കല്ലെറിയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് തേടുന്ന, പിശാചിൽ നിന്നുള്ള ഉപദ്രവത്തിൽ നിന്ന് എന്നെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു ചിന്തയോ പ്രവർത്തനങ്ങളോ അവിടെ വെച്ച് നടക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. മഹദിയായ ഹാജറ ബീവി സഹായം അന്വേഷിച്ചുകൊണ്ട് തന്റെ മകൻ വിശന്ന് കരഞ്ഞ് അല്പം വെള്ളത്തിനായി, പാലിനായി കരയുന്ന ആ സമയത്ത് തന്റെ മകന് കൊടുക്കാൻ എവിടെ നിന്നെങ്കിലും ഒരു അല്പം വെള്ളം കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണ് സഫാ മർവാ മലകൾക്കിടയിൽ എന്ത് ചെയ്യുന്നത്? മഹദി ഹാജറ ബീവി പരക്കം പാഞ്ഞോടുന്നത്. ഒരു ഉമ്മയുടെ വേദന അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഒരു മാതൃത്വം. ആ ഹാജറ ബീവിയുടെ സ്മരണ ഉയർത്തിക്കൊണ്ട് അവിടെ സഈ നടത്തുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഹാജറ ബീവിയുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് സഹായം തേടുന്നൊരു പ്രാർത്ഥനയും എന്ത് ചെയ്യുന്നില്ല? ഈ സഈന്റെ ഇടയിൽ വരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ സഈയിലൂടെ വിശ്വാസികൾക്ക് ലോകത്തിന് നൽകുന്ന മറ്റൊരു സന്ദേശം എന്തെന്ന് പറഞ്ഞാല്, ഹാജറ ബീവി കുഞ്ഞിനെ കിടത്തിയിരിക്കുന്നത് അല്പം മാറിയാണ്. അവിടെ നോക്കുമ്പോ ചുറ്റും മലകളാണ്, ഒന്നും കാണാൻ സാധിക്കുന്നില്ല. തൊട്ടടുത്താണ് സഫാ മർവ മലകളുള്ളത്. ആ മലകളുടെ മുകളിൽ കയറി നോക്കിയാൽ ആരെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണ് രണ്ട് മലകളിലേക്കും എന്ത് ചെയ്യുന്നത്? കുതിച്ചു പാഞ്ഞ് ഓടുന്നത്. കുഞ്ഞിനൊരല്പം വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്, വിശപ്പകറ്റാൻ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ. നമ്മൾ മനസ്സിലാക്കണം, കുഞ്ഞിവിടെ കിടക്കുകയും ഹാജറ ബീവി മലകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും ചെയ്യുമ്പോ പരിശ്രമിച്ച ഭാഗത്ത് നിന്നല്ല എന്ത് ചെയ്യുന്നത്? അള്ള സഹായം കൊടുത്തത്, മറിച്ച് ആ കുഞ്ഞിന്റെ കാൽപാദത്തിനടുത്ത് നിന്ന്, ആ കുഞ്ഞ് കാലിട്ടടിക്കുന്ന ആ ഭാഗത്ത് നിന്നാണ് സംസം എന്ന് പറയുന്ന അത്ഭുത നീരുറവ ലഭിക്കുന്നത്. അവിടെ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു സന്ദേശം കൂടിയുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ പല ആളുകൾക്കും നിരാശകൾ വന്നു പോകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉപജീവന മാർഗത്തിന് വേണ്ടി, സാമ്പത്തികമായ മേഖലയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? പല ജോലികളും ചെയ്യുന്നു. പല രൂപത്തിൽ കഷ്ടപ്പെടുന്നവരായ ആളുകളുണ്ട്. പല കഷ്ടപ്പാടുകളും നമ്മുടെ ജീവിതത്തിൽ റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊക്കെ നിരാശപ്പെട്ടു പോകുക. നമ്മൾ ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന ആ സമയത്തിനുള്ളിൽ എന്ത് വേണം? എനിക്കതിനുള്ള റിസൾട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യന്മാർ. ധൃതി കൂടുതലാണ്, സബറില്ല, ക്ഷമയില്ല. നമ്മൾ വിചാരിക്കുക, ഞാൻ എന്തൊന്നിൽ പ്രയത്നിക്കുന്നുണ്ടോ, എന്തൊന്നിൽ പണിയെടുക്കുന്നുണ്ടോ, ഏതൊരു കാര്യത്തിലാണോ ഞാൻ കഷ്ടപ്പെടുന്നത്, അവിടെ നിന്ന് നമുക്ക് റിസൾട്ട് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ
ദീനിൽ അങ്ങനെ ആയിരിക്കണമെന്നില്ല, മറിച്ച് റബ്ബ് മറ്റൊരു മാർഗത്തിലൂടെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, നാം ആഗ്രഹിക്കാത്ത രൂപത്തിൽ അള്ളാഹ് നമ്മെ സഹായിക്കുന്നത്, നമുക്കതിന് പ്രതിഫലം തരുന്നത്. നമ്മൾക്ക് പറയാറില്ല, ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ പ്രാർത്ഥന എന്താണ് അള്ളാഹ് കേൾക്കാത്തത്, എനിക്കെന്താണ് ഉത്തരം കിട്ടാത്തത്, ഞാൻ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു, എന്റെ പ്രാർത്ഥന അള്ളാഹ് കേൾക്കുന്നില്ലേ എന്നൊക്കെ പലപ്പോഴും പല മനുഷ്യന്മാരും ചിന്തിച്ചു പോകാറുണ്ട്. അത് അവരുടെ ഈമാനിന്റെ കുറവുകൾ കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മറിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹ് ഉത്തരം നൽകും. ഒരു പക്ഷേ നമ്മൾ ചോദിച്ച കാര്യങ്ങൾ നൽകിക്കൊണ്ടായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു അനുഗ്രഹം തന്നുകൊണ്ടായിരിക്കും. അതുമല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഏതെങ്കിലും ഒരു തിന്മയെ, ഒരു അപകടത്തെ, ഒരു പ്രയാസത്തെ അള്ളാഹ് തട്ടിമാറ്റിക്കൊണ്ടായിരിക്കും. ചിലപ്പോൾ ദുനിയാവിൽ നിന്നൊന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല, മരിച്ച് റബ്ബിന്റെ അടുക്കലെത്തുമ്പോഴായിരിക്കും ഈ പ്രാർത്ഥനയുടെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ജീവിതത്തിൽ എപ്പോഴെല്ലാം അള്ളാഹനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ, ഉറപ്പായും അള്ളാഹ് മറ്റൊരു മാർഗത്തിലൂടെ നമ്മെ കൈവിടാതെ നമ്മെ സഹായിക്കും. നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. അള്ളാഹിനോട് ചോദിച്ചിട്ടുണ്ടോ, അള്ളാഹ് നമുക്കത് തരും. ആ ഒരു തവക്കുലും സബറും ശക്തിയും ക്ഷമയും നമ്മുടെ ജീവിതത്തിൽ ആർജിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. ആ ഈമാനിലേക്ക് എത്താൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഹജ്ജിന്റെ കർമ്മത്തിൽ നമുക്കറിയാം, മക്കയിൽ പോകുന്ന, കഅബയിൽ ചെല്ലുന്ന മുഴുവൻ ആളുകളും സംസം വെള്ളം ആവോളം കുടിക്കുന്നുണ്ട്, നാട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നമ്മളൊക്കെ സംസം വെള്ളം കുടിച്ചിട്ടുണ്ടാകും. ആ സംസമിന്റെ പോരിഷകൾ കൃത്യമായി മനസ്സിലാക്കി അത് ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുമ്പോ, സഫാ മർവ മലകൾക്കിടയിൽ സഅയ് നടക്കുമ്പോ, ഒരിക്കലെങ്കിലും സംസം വെള്ളത്തിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ അസുഖങ്ങൾ ശിഫയാക്കണേ എന്ന്, അല്ലെങ്കിൽ അതിന്റെ ബർക്കത്ത് വെച്ചുകൊണ്ട് അള്ളാഹിനോട് ചോദിക്കുന്ന ഒരു സമയം പോലും എന്ത് ചെയ്യുന്നില്ല, ഹജ്ജിൽ വരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം, ഹജ്ജ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും റബ്ബിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. നമ്മുടെ മുഴുവൻ കഴിവുകേടും റബ്ബിന്റെ പൂർണ്ണമായ കഴിവുകളെയും റബ്ബിലേക്ക് മുൻനിർത്തിക്കൊണ്ട്, റബ്ബിനോട് സഹായം തേടിക്കൊണ്ട്, റബ്ബിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഹജ്ജിന്റെ കർമ്മങ്ങൾ ഹാജിമാർ ചെയ്യാം. തൽബിയത്തിൽ പറയുന്നുണ്ടല്ലോ, ഇന്നൽ ഹംദ വന്നിഅമത, എല്ലാ സ്തുതിയും എല്ലാ നന്ദിയും നിനക്കാണ് റബ്ബേ. കാരണം എന്താണ്, ലഖവൽ മുൽക്ക്, എല്ലാ വിധത്തിലുമുള്ള പരമാധികാരവും നിനക്ക് മാത്രമാണ് റബ്ബേ. കാരണം റബ്ബിൽ നിന്നല്ലാതെ ഒരു അനുഗ്രഹങ്ങളും എന്ത് ചെയ്യുന്നില്ല, ഒരു സഹായവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു സൃഷ്ടിയിൽ നിന്നോ ശക്തിയിൽ നിന്നോ ലഭിക്കാനില്ല എന്നുള്ളതാണ്. ഈ രൂപത്തിൽ തൗഹീദ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഹജ്ജിലുടനീളം ഹാജിമാർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ലൈവായി നിലനിൽക്കേണ്ടുന്ന ഒന്നാണ്. നമുക്ക് തോന്നുമ്പോൾ കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന ഒന്നല്ല തൗഹീദ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലാഹ് അല്ലാത്തൊരു സൃഷ്ടിയിലേക്ക്, ശക്തിയിലേക്ക്, വ്യക്തിയിലേക്ക്, ഒരു ബീവിയിലേക്കോ ബാവയിലേക്കോ തങ്ങന്മാരിലേക്കോ ജാറങ്ങളിലേക്കോ മക്ബറുകളിലേക്കോ ഒരു മരത്തിലേക്കോ കല്ലിലേക്കോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഇബാദത്തുകൾ, സഹായതേട്ടങ്ങൾ, കീഴ്വണക്കങ്ങൾ ഒന്നും പോകാൻ പാടില്ല എന്നുള്ളതാണ്. എത്രയോ ആളുകളാണ് കെട്ടിപ്പൊക്കിയ ജാറങ്ങൾക്ക് മുമ്പിൽ പോയി നിന്നുകൊണ്ട് തല കുനിച്ചു നിന്ന് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ദിവസം എന്റെ നാട്ടിലെ നെല്ലിക്കുഴിയിൽ ഒരു ജാറമുണ്ട്, നിങ്ങൾക്കറിയായിരിക്കും, പടപ്പറമ്പ ഔലിയ എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഫോൺ കോൾ, രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഫോൺ കോൾ വന്ന് അതിന്റെ അടുത്ത് വണ്ടി നിർത്തി ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ കണ്ടൊരു കാഴ്ച, അവിടെ ഇരുട്ടാണ്, ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടേക്കാം. ആ മക്ബറയ്ക്ക് മുമ്പിലായി ഒരു ഗ്രില്ല് പിടിപ്പിച്ചിട്ടുണ്ട്. ആ ഗ്രില്ലിൽ ഒരു പാവം സാധു മനുഷ്യൻ ആ ഗ്രില്ലിൽ പിടിച്ചു നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക, കരയുകയാണ്. എന്താവശ്യത്തിനാണ്, എന്തൊരു പ്രതീക്ഷയിലാണ് ഈ മനുഷ്യന്മാർ അവിടെ പോകുന്നത്. അവർക്ക് റബ്ബിൽ നിന്നൊരു പ്രതീക്ഷയും ഇല്ലാത്ത രൂപത്തിൽ മനുഷ്യന്മാരിങ്ങനെ ഷിർക്കിന്റെ വശങ്ങളിലേക്ക്, വഴികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതം ഒരിക്കൽ പോലും നമ്മുടെ മനസ്സിൽ അല്ലാത്തൊരു ശക്തിയിൽ നിന്നോ വ്യക്തിയിൽ നിന്നോ, എത്ര വലിയ തങ്ങളാണെന്ന് പറഞ്ഞാലും ബാബയാണെന്ന് പറഞ്ഞാലും, ഇനി പ്രവാചകൻ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല, അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് ആ ഒരു ശക്തിയിലേക്ക്, വ്യക്തിയിലേക്ക് പോകാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ഏതൊരു രൂപത്തിലും സഹായം ലഭിക്കും, നമ്മെ സഹായിക്കുന്നത് അള്ളാഹ് മാത്രമാണ്. നമുക്ക് കഴിവ് തന്നത് അള്ളാഹ് മാത്രമാണ്. നമ്മെ ജനിപ്പിച്ചത് അള്ളയാണ്.
വിവേചന ബുദ്ധിയും വിവേകവും എല്ലാം തന്നത് അല്ല മാത്രമാണ്. രോഗം തന്നാൽ രോഗത്തെ ശിഫയാക്കുന്നതും അല്ല മാത്രമാണ്. മക്കളില്ലാത്തവർക്ക് മക്കളെ തരുന്നത് അല്ല മാത്രമാണ്. മക്കളുണ്ടായ ആളുകൾക്ക് സൗഭാഗ്യമായിക്കൊണ്ട് സമ്മാനമായിക്കൊണ്ട് ആ മക്കളെ തന്നതും അല്ലയാണ്. ജീവൻ തന്നത് അല്ലയാണ്. ജീവൻ തിരിച്ചെടുക്കുന്നതും അല്ലയാണ്. ഒരാൾ എപ്പോൾ ജനിക്കണം, എവിടെ വെച്ച് മരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അല്ലയാണ്. അല്ലയല്ലാതെ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് പ്രഖ്യാപിക്കുകയാണ് ഹജ്ജിലൂടെ. എന്താണ് ഈ ഹജ്ജ് കർമ്മത്തിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്നുള്ളത് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ മനസ്സിലാക്കണം. ഹദീസുകൾ പറഞ്ഞു പോകാൻ നേരമില്ല. അതിന്റെ മലയാള അർത്ഥം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഒരു മനുഷ്യൻ ഹജ്ജ് കർമ്മം ഉദ്ദേശിച്ച് തന്റെ വീട്ടിൽ നിന്ന് അയാൾ എന്ത് ചെയ്യുന്നു? ബൈത്തുൽ ഹറമിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഒട്ടകം, അയാൾ ഒട്ടകപ്പുറത്താണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ആ ഒട്ടകം വയ്ക്കുന്ന ഓരോ കാലടികൾക്കും, അതായത് ഒട്ടകം കാല് വെച്ച കാല് ഉയർത്തുമ്പോഴും പിന്നീട് ആ കാല് ചവിട്ടുമ്പോഴും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അയാൾക്ക് ഓരോ നന്മകൾ രേഖപ്പെടുത്തുകയും അയാളുടെ ഓരോ തിന്മകൾ അള്ളാഹു മായ്ച്ചു കളയുകയും ചെയ്യുമെന്നുള്ളതാ. വാഹനത്തിൽ പുറപ്പെടുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വച്ച് നടക്കുന്ന ഓരോ കാലടികൾ മുതൽ അവന്റെ പാപങ്ങൾ എന്ത് ചെയ്യും? അള്ളാഹു പുറത്തു കൊടുക്കും. അവനിക്ക് നന്മകൾ എന്ത് ചെയ്യും? അള്ളാഹു ഇങ്ങനെ ഉയർത്തി കൊടുക്കും എന്നുള്ളതാണ്. കഅബയിൽ ചെന്ന് തവാഫ് കഴിഞ്ഞ് ആ തവാഫ് ചെയ്യുമ്പോഴും തവാഫിന് ശേഷവുമുള്ള 2 റക്അത്ത് നമസ്കാരമുണ്ട്. ആ 2 റക്അത്ത് നമസ്കാരം കഴിഞ്ഞാൽ മുസ്ലിമായ 2 അടിമകളെ, അതായത് മുസ്ലിമായ അടിമയെ മോചിപ്പിച്ചതിനുള്ള തുല്യമായ പ്രതിഫലം എന്ത് ചെയ്യും? ഈ തവാഫിന് ശേഷമുള്ള 2 റക്അത്ത് നമസ്കാരത്തിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഈ നമസ്കാരം കഴിഞ്ഞ് പിന്നെ അവൻ പോകുന്നത് സഫാ മർവ മലകൾക്കിടയിലുള്ള സഅയിന് വേണ്ടിയിട്ടാണ്. ആ സഅയ് 7 സഅയ് അവൻ പൂർത്തിയാക്കുമ്പോൾ 70ഓളം അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമാണ് ഒരു വിശ്വാസിക്ക് ഹജ്ജ് കർമ്മത്തിലൂടെ ലഭിക്കുന്നത് എന്നുള്ളതാണ്. പിന്നീട് അവൻ എന്ത് ചെയ്യുന്നു? അറഫയിൽ നിൽക്കുന്നു. അറഫ സംഗമത്തെ കുറിച്ച് നമുക്കറിയാം. അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണെന്നാ പറഞ്ഞത്. അന്ന് അസ്തമയത്തിന് മുമ്പായി അറഫയിൽ വരാത്തൊരു ഹാജിക്ക് എന്ത് ചെയ്യില്ല? ഹജ്ജ് ലഭിക്കൂല. ഹജ്ജ് വേണോ? അറഫയിൽ അവൻ വന്നിരിക്കണം, അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞു. എന്താണ് ഈ അറഫയിൽ വരുമ്പോൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല 1ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അഭിമാനപൂർവ്വം തന്റെ മലക്കുകളോട് പറയും എന്നുള്ളതാണ്. എന്താണ് അല്ലാഹു പറയുന്നത്? ഇബാദി ജാഊനി ശുഗ്സൻ മിൻ കുല്ലി ഫജ്ജിൻ അമീഖിൻ യർജൂന റഹ്മതി. ഞാൻ അഭിമാനം കൊണ്ടുകൊണ്ട് അല്ല പറയുകയാണ്, എന്റെ അടിമകൾ ഇതാ എന്നിലേക്ക് എല്ലാ രൂപത്തിലുമുള്ള മലമ്പാതകൾ താടിക്കൊണ്ടും ഊടുവഴികളിലൂടെയും എന്ത് ചെയ്യുന്നു? എന്റെ അടിമകൾ എന്നിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവർ ജടപൊടിച്ച മുടിയുമായിക്കൊണ്ട് എന്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അവരിതാ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു. എന്നിട്ട് അല്ല പറയുകയാണ്, ഫലൗ കാനത് ദുനൂബുക്കും കഅദദി റംല്, എന്റെ അടിമകളെ എത്രത്തോളം മണൽത്തരികളുണ്ടോ ഈ ദുനിയാവില്, ആ മണൽത്തരികളോളം പാപങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും അതുപോലെ തന്നെ മഴത്തുള്ളികൾ, ഒരു മഴ പെയ്യുമ്പോൾ ആ മഴയുടെ തുള്ളികൾ എത്രയാണോ ആ മഴത്തുള്ളികൾ കണക്കേ നിങ്ങൾക്ക് പാപങ്ങൾ ഉണ്ടെങ്കിലും ഒരു കടലിലെ നുരയോളം പാപങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾക്കിതാ ഞാൻ പുറത്തു തന്നിരിക്കുന്നു. നിങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങൾ ശുപാർശ ചെയ്തവരായ, റെക്കമെൻഡ് ചെയ്തവരായ, നിങ്ങൾ ആർക്കൊക്കെ വേണ്ടിയാണോ പാപമോചനം തേടിയിട്ടുള്ളത് ആ പാപമോചനം തേടിയ ആളുകൾക്ക് മുഴുവനും മഗ്ഫിറത്ത്, പാപമോചനം ലഭിച്ച അവസ്ഥയിൽ നിങ്ങൾ എന്ത് ചെയ്തോ? ഇവിടെ നിന്ന് അറഫയിൽ നിന്ന് പൊയ്ക്കൊള്ളുക എന്നെന്ത് ചെയ്യും? അള്ളാഹ് അവരോട് അഭിമാനപൂർവ്വം പറയും എന്നുള്ളതാണ്. ജംറകളിൽ കല്ലെറിയുന്നുണ്ട്. 7 കല്ലാണ് എറിയുന്നത്. ഓരോ ജംറകളിലും 7 വൻപാപങ്ങളുണ്ട്. സബഉൽ മുബിഖാത്ത്, 7 വൻപാപങ്ങൾ. ഓരോ കല്ലെറിയുമ്പോഴും ഓരോ വൻപാപങ്ങൾ തന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യാണ്? ആ ഓരോ കല്ലെറിയുന്നതിലൂടെ അള്ളാഹ് അവന്റെ വൻപാപങ്ങൾ വരെ പുറത്തു കൊടുക്കുകയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബലിയിറക്കുന്ന ബലികർമ്മം നടത്തുന്നുണ്ട്. ആ ബലികർമ്മം അള്ളാന്റെ അടുക്കൽ ഒരു സൂക്ഷിപ്പ് മുതലായിട്ട് എന്ത് ചെയ്യും? അള്ളാന്റെ അക്കൗണ്ടിൽ അവിടെ വെച്ചുകൊണ്ട് അള്ളാന്റെ അടുക്കൽ അവന്റെ അക്കൗണ്ടിൽ എന്ത് ചെയ്യും? അത് രേഖപ്പെടുത്തി വെക്കും എന്നുള്ളതാണ്. തല മുണ്ടനം ചെയ്യുന്നു, മുടി വടിക്കുന്നു. ആ മുടി വടിക്കുന്ന ഓരോ മുടി വടിച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്ത് ചെയ്യും? അവന്റെ തിന്മകൾ ഇങ്ങനെ അള്ളാഹു മായ്ച്ചു കളയും, കഴുകി കളഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അവസാനം അവൻ തവാഫുൽ വിദാ എല്ലാം കഴിഞ്ഞ അവസാനത്തെ തവാഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും,
ഒരു പാപവും ബാക്കിയില്ലാത്ത നിലയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അവൻ ആ തവാഫ് ചെയ്യുന്നത് എന്നുള്ളതാ. അങ്ങനെ ഹജ്ജ് കർമ്മം പരിപൂർണമായി ആ കഴിയുന്ന സമയത്ത് യഅതി മലക്കുൻ ഹത്താ യളഅ യദൈഹി ബൈന കതിഫൈക, അവന്റെ ചുമലിൽ എന്ത് ചെയ്യും, രണ്ട് ചുമലുകളിൽ വന്നുകൊണ്ട് മലക്കുകൾ കൈവച്ചുകൊണ്ട് അവനോട് പറയും എന്നുള്ളതാണ്. ഇഅമൽ ഫീമാ തസ്തഖ്ബിൽ, ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നീ എന്ത് ചെയ്തോ, പ്രവർത്തിച്ചോ പണിയെടുത്തോ. ഫഖദ് ഗുഫിറ ലക മാ മാദിയ, നിന്റെ ജീവിതത്തിൽ ഇതുവരെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അത് മുഴുവനും നിനക്കിതാ പുറത്തു തന്നിരിക്കുകയാണ്. ഒരു ഉമ്മയുടെ വയറ്റിൽ നിന്ന് ദുനിയാവിലേക്ക് പിറന്നു വീഴുമ്പോൾ എത്രത്തോളം ശുദ്ധമായ പ്രകൃതത്തിലാണ് ഒരു മനുഷ്യനുള്ളത്, ആ രൂപത്തിലാണ് ഇവിടെ നിന്ന് നീ തിരിച്ചു പോകുന്നത്. നിന്റെ എല്ലാ പാപങ്ങളും ഇതാ പൊറുക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി, നീ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ നിനക്ക് സ്വർഗം ഉറപ്പാകുന്ന രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഹജ്ജ് കർമ്മം പരിപൂർണമാകുന്നത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹജ്ജിന്റെ സന്ദേശം തൗഹീദാണ് എന്നുണ്ടെങ്കിലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ സകലമാന തെറ്റുകുറ്റങ്ങളും അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാം കഴുകിക്കളഞ്ഞുകൊണ്ട് ശുദ്ധമായ പ്രകൃതം കൈവരിക്കാൻ ഈ ഹജ്ജ് കർമ്മത്തിലൂടെ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് പരിശ്രമിക്കണം, നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കണം. ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹജ്ജ് കർമ്മത്തിലൂടെ അവന്റെ സമ്പത്ത് ഒരിക്കലും കുറയില്ല, അവൻ സമ്പന്നനാവുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പലർക്കും പേടി എന്ന് പറഞ്ഞാൽ ഹജ്ജ് കർമ്മത്തിന് പോകണം എന്നുണ്ടെങ്കിൽ പ്രൈവറ്റായിട്ടൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നല്ല ലക്ഷക്കണക്കിന് രൂപ വേണം. ഈ ലക്ഷക്കണക്കിന് രൂപ ഞാൻ മുടക്കി കഴിഞ്ഞാൽ അതെന്റെ സമ്പത്തിൽ കുറവ് വരും. അതുകൊണ്ട് സമ്പത്ത് എക്സ്ട്രാ ഉള്ള ആളുകൾക്കാണ് ഹജ്ജ് നിർബന്ധമുള്ളൂ എന്നൊന്നും വിചാരിക്കരുത്. ഓരോ മുസ്ലിമിനും ജീവിതത്തിൽ കഴിവുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ ഹജ്ജ് കർമ്മം നിർബന്ധമാണ്. ഈ മഹത്തരമായ പ്രതിഫലങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും കഴുകിക്കളഞ്ഞ് ജീവിതത്തിൽ മുമ്പോട്ടുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യും, ശുദ്ധ പ്രകൃതത്തോടുകൂടി നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും. അതുകൊണ്ട് ആഗ്രഹിക്കുക, പ്രയത്നിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. അള്ളാഹുവിനോട് ശക്തമായിട്ട് ആത്മാർത്ഥമായിട്ട് നിയ്യത്ത് വെച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الأحد والفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് നയിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടില് ഇപ്പൊ ആളുകളൊക്കെ ഹജ്ജിന് പോകുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ പല രൂപത്തിലുള്ള ബിദ്അത്തുകൾ ഹജ്ജ് കർമ്മത്തിനോടനുബന്ധിച്ച് എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹജ്ജ് കല്യാണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹജ്ജ് കല്യാണം. ഹജ്ജിന് പോകുന്ന ആളുകൾ തന്റെ വീട്ടിൽ എന്ത് ചെയ്യും, ഒരു വിവാഹ സൽക്കാരത്തെക്കാൾ വലിയ രൂപത്തിൽ എന്ത് ചെയ്യാണ്, ഹജ്ജ് കർമ്മം അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിന് വേണ്ടിയിട്ടുള്ളൊരു പരിപാടി നടത്തുക. അപ്പൊ എല്ലാ കുടുംബക്കാരിലും നാട്ടുകാരിലും അയൽക്കാരിന്റെ അടുത്തൊക്കെ പോയിട്ട് ഇവരെന്ത് ചെയ്യും, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളോട് എന്ത് ചെയ്യും, മാപ്പ് ചോദിക്കും. അവരോടിങ്ങനെ കണ്ട് സംസാരിച്ച് ഈ ഒരു ഹജ്ജ് കല്യാണത്തിന് വേണ്ടി വിളിക്കും. ഇവരെല്ലാവരും വന്ന് എന്ത് ചെയ്യും, അവിടെ നിന്ന് കഴിച്ചു പോകും. ഓരോ നാട്ടിലും വ്യത്യസ്തമായ രൂപത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കൂടുതലും നടക്കുന്നത്, ഹജ്ജിന് പോകുന്ന ആളുകൾ അവർ വിചാരിക്കുന്നത് എന്താ, ഇനി ഒരു പക്ഷേ എനിക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, അവിടെ വെച്ചുകൊണ്ട് ഞാൻ മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്റെ മരണത്തിന് ശേഷമുള്ള കണ്ണോക്ക്, മൂന്നാമത്തെ ദിവസം നടക്കുന്ന പരിപാടി, മരിച്ച് 3-ന്റെ അന്ന് നടക്കുന്ന പരിപാടി, അത് മുൻകൂട്ടി എന്ത് ചെയ്യാണ് ഈ മനുഷ്യന്മാർ ഇവിടെ നാട്ടിൽ നടത്തിയിട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ളൊരു ചിന്തയാണ് പല നാടുകളിലും കണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹജ്ജ് കല്യാണത്തിന്റെ ആള് വിളിച്ചു കഴിഞ്ഞാൽ അത് തികച്ചും ബിദ്അത്തായ, ശരിയല്ലാത്തതായ ഒരു രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്,
ഈ പറയുന്നത്. അതായത് ഞാൻ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷെ മരണപ്പെട്ടേക്കാം, ഒരു പക്ഷെ എന്നെ ഇനി നിങ്ങൾ കണ്ടെന്ന് വരില്ല, അതുകൊണ്ട് അവസാനത്തെ ഒരു ഒത്തുകൂടലായി, ഒരു ഗെറ്റ് ടുഗദറായി എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന രൂപത്തിൽ ഒരു പരിപാടി നടക്കുന്നു. അത് ഇസ്ലാമിൽ അനാചാരമാണ്, കണ്ടുവരാത്തതാണ്. പ്രവാചകനോ സഹാബത്തോ തബഉ താബികളോ ഒന്നും പഠിപ്പിക്കാത്തതാണ്. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. പക്ഷെ ഒരാൾ ഹജ്ജിന് പോവുക, ആ ഹജ്ജിന് പോകുന്നതുമായി ഇന്ന് രാത്രിയാണ് അയാൾ പോകുന്നത്, സ്വന്തം ഏറ്റവും അടുത്ത കുടുംബക്കാരെ വിളിച്ചു കൂട്ടി ഒരു നേരം അവിടെ നിന്ന് എല്ലാവരും കൂടി ഒന്ന് സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുന്നതിനെയല്ല ഇത് പറയുന്നത്. ഒരു വിവാഹ സൽക്കാരത്തേക്കാൾ അപ്പുറമായി എന്ത് ചെയ്യുന്നു, പന്തലക്കെട്ട് ഓഡിറ്റോറിയൊക്കെ എടുത്ത് എന്ത് ചെയ്യുന്നു, ഹജ്ജ് കല്യാണം എന്നുള്ള രൂപത്തിൽ നടക്കുന്നുണ്ട്. അത് നിങ്ങൾക്കറിയായിരിക്കും, അത് ബിദ്അത്താണ്, അതിൽ പങ്കെടുക്കാൻ പാടില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന ഒന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഹജ്ജിന് വേണ്ടി പോകുന്നവരായ ആളുകൾ യാത്രയ്ക്ക് മുമ്പേ എന്ത് ചെയ്യും, ജാറങ്ങൾ സന്ദർശിക്കും. ആ നാട്ടിൽ അല്ലെങ്കിൽ അയാൾക്ക് പോകാൻ ആഗ്രഹമുള്ള ജാറങ്ങൾ ഏതൊക്കെയുണ്ടോ ആ മക്ബറകളിലും ജാറങ്ങളിലും ഒക്കെ പോയി അവിടെ പ്രാർത്ഥിച്ച് അവിടെ കുറേ പൈസ കൊടുത്ത് കുറേ എണ്ണയും മെഴുകുതിരിയൊക്കെ കത്തിച്ച് അങ്ങനെ എന്ത് ചെയ്യും, അതിന്റെ ബർക്കത്തെടുത്തുകൊണ്ട് പോകുന്നവരായ ആളുകൾ എന്തിനാ പോകുന്നത്, തൗഹീദ് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ഷിർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, മനുഷ്യന്മാർ പോകുന്നു. തിരിച്ചു വന്നാലും ഇതുപോലെ തന്നെ. അതുപോലെ ചില ആളുകൾക്കിടയിൽ ഒരു വിശ്വാസമുണ്ട്, സൂറത്തുൽ ഖസസിലെ 52-ാമത്തെ ആയത്ത് വീടിന്റെ ചുമരിൽ എഴുതി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അയാൾക്ക് ജീവനോടുകൂടി തിരിച്ചു വരാൻ പറ്റും, അവിടെ വെച്ചുകൊണ്ട് അപകടങ്ങളൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു തെറ്റായ ധാരണയും വിശ്വാസവും പ്രവർത്തനവും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ നാട്ടിന്റെയും അവസ്ഥകൾക്കനുസരിച്ച് നടക്കുന്ന ബിദ്അത്തുകൾ, തെറ്റായ അനാചാരങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തതാണ്. ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള അനാചാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും എല്ലാവിധ കഴിവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം സൂചിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. കാലാവസ്ഥകൾക്കനുസൃതമായ രൂപത്തിൽ അതല്ലെങ്കിൽ യുക്തിപൂർവമായ രൂപത്തിലുള്ള മാറ്റങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിലും സ്വഭാവത്തിലും പെരുമാറ്റങ്ങളിലും കുടുംബത്തിലും സമൂഹത്തിലൊക്കെ അനിവാര്യമാണ്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ചൂട് കൂടി വരുന്നൊരു സാഹചര്യം. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മഴയുണ്ടായിരുന്നു, അൽഹംദുലില്ലാ. എന്നാലും വെയിലുള്ളപ്പോൾ നല്ല ചൂടാണ്. നമുക്കറിയാം ചൂടുള്ള സമയത്ത് പള്ളിയിൽ AC ഇടുന്നുണ്ട്, ഫുൾ ടൈം 5 വഖത്തിനും AC ഇടണം. കറണ്ട് ബില്ല് വലിയ കൂടുതലാണ്. അതിനൊന്ന് പരിഹരിക്കാൻ എന്തുണ്ടൊരു മാർഗം എന്ന് ആലോചിച്ച കൂട്ടത്തില് ഇവിടെ എടുത്തൊരു തീരുമാനമാണ് പള്ളിയിൽ സോളാർ വയ്ക്കുക. ഇന്നത് പുതുമയുള്ള കാര്യമില്ല, പല വീടുകളിലും എന്തുണ്ട്, സോളാർ ഉണ്ട്. ഏകദേശം 2.5 ലക്ഷം രൂപ സോളാർ വയ്ക്കാൻ ആകുന്നുണ്ട്. 25,000 രൂപ നമ്മുടെ ഈ പള്ളിയിൽ വരുന്ന ഒരു സഹോദരൻ ആത്മാർത്ഥമായി നമുക്ക് തന്നിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൽ നിന്നത് സ്വീകരിക്കുമാറാകട്ടെ. മറ്റൊരു 25,000 കൂട്ടി 50,000 രൂപ നമ്മുടെ പള്ളിയിൽ ഇപ്പുണ്ട്. ഇനി ഏകദേശം 2 ലക്ഷം രൂപയോളം നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം പള്ളിയിലെ കറണ്ട് ബില്ല് കൂടി വരികയാണ്. വലിയ രൂപത്തിൽ അവർ പ്രയാസപ്പെടുന്നുണ്ട് കമ്മിറ്റിക്കാർ. അടുത്ത വർഷങ്ങളിലൊക്കെ വേനൽ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. വേനലിന്റെ സമയത്തൊക്കെ ഇവിടെ ഒരു AC ഇട്ട് നമസ്കരിക്കുക എന്നുള്ളത് വരുന്ന ആളുകൾക്ക് വലിയ ആശ്വാസമാണ്. നമുക്ക് വേണ്ടി തന്നെയാണ് വരുന്ന ആളുകൾക്ക് സുഗമമായി അതൊരു അവർക്കൊരു കൺകുളിർമയാണ് ആ വിഷയം കൂടി. അത് മനസ്സിലാക്കിക്കൊണ്ട് ജാരിയായ സദഖയാണ്, നമസ്കരിക്കുന്ന വ്യക്തിക്കുള്ള പ്രതിഫലം, അതിനുവേണ്ടി സൗകര്യമൊരുക്കുന്ന ആളുകൾക്കും കിട്ടുന്ന രൂപത്തിലാണ് ഈ സദഖയുടെ ചെയിൻ ഇങ്ങനെ പോകുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായി കണ്ടറിഞ്ഞ് മനസ്സിലാക്കി എന്ത് ചെയ്യണം, ഈ പള്ളിയിലേക്ക് സോളാർ വെക്കുന്നതിന് വേണ്ടി 2 ലക്ഷം രൂപ കൂടി ആവശ്യമുണ്ട്. അത് കഴിയുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, സദഖ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികളുണ്ട്, നിങ്ങളുടെ വീട്ടുകളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ കഴിയുന്ന ഒരു സദഖ ചിലപ്പോൾ ചെയ്തേക്കും. അതുകൊണ്ട് ആ കമ്മിറ്റിക്കാരുമായി ബന്ധപ്പെട്ട് ആത്മാർത്ഥമായി ആ ഒരു വിഷയത്തിൽ സഹകരിക്കണം, സഹായിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. നമുക്കറിയാം പള്ളിയുടെ മുമ്പിലുള്ള ഈ 4 സെന്റ് സ്ഥലം നമ്മുടെ പള്ളിക്ക് അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ സഹായകമാകും. ഒരുപാട് വ്യത്യസ്തമായ പ്രോജക്റ്റുകൾ, മരിച്ചാലും ഖബറിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഫലം ലഭിക്കുന്ന പ്രോജക്റ്റുകൾ നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ കേട്ടിട്ടുണ്ടാകും, പറഞ്ഞിട്ടുള്ളതാണ്. ഒരു 7 ലക്ഷം രൂപ കൂടി അതിന് ആകാനുണ്ട്. അടുത്ത മാസം രജിസ്ട്രേഷൻ ചെയ്യാനുള്ളതാണ്. നമ്മളെല്ലാവരും കൂടി സഹകരിക്കുമ്പോഴാണ് ആകുന്നത്. പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ നമ്മളാൽ കഴിയുന്ന സദഖകൾ കൊടുക്കുമ്പോൾ അത് സുഗമമായി റബ്ബിന്റെ മാർഗത്തിൽ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ആ വിഷയത്തിലും നിങ്ങൾ എന്ത് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് സഹായിക്കുക, സഹകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സഹായിക്കുന്ന, സഹകരിക്കുന്ന, കൊടുക്കുന്ന എല്ലാ സദഖയുടെ വിഷയങ്ങളിലും നമ്മുടെ സാമ്പത്തികമായ മേഖലകളിലൊക്കെ അല്ലാഹു നമുക്ക്
നമുക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽക്കാർ, ആദർശ സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള ചെറുതും വലുതുമായ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ അസുഖങ്ങളും പ്രയാസങ്ങളും പൂർണ്ണമായ സൗഖ്യത്തിലും ശമനത്തിലും ആരോഗ്യത്തിലും സമാധാനത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. ദുആ കൊണ്ട് ഒരാൾ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ശാരീരികമായി വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു സഹോദരി, അത് ഗൾഫിലാണ് ഉള്ളത്, അവരും അവരുടെ കുടുംബവും ഒക്കെ. ഇപ്പോഴും ഇന്ന് രാവിലെ വിളിച്ചിട്ട് അവർക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമ്മളോട് പറഞ്ഞതാണ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യണമെന്നുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയിൽ അവരെ ഓർക്കണം. ശാരീരികമായിട്ട് വലിയ പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. ഒരു ഡെലിവറി കഴിഞ്ഞ ഉടനെയാണ് ഈ വിഷമങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു അവർക്ക് പൂർണ്ണമായ ആശ്വാസവും സമാധാനവും സന്തോഷവും നൽകട്ടെ. അവരുടെ പ്രയാസം അള്ളാഹു എത്രയും വേഗം പൂർണ്ണമായി സൗഖ്യത്തിലാക്കി കൊടുക്കട്ടെ. നിങ്ങളുടെ ദുആകളിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم الأموات إنك سميع قريب مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.